പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. യഥാർത്ഥ നിധി ഈ കഥ കേൾക്കൂ. ഏയ് ദില്ലു, വേഗം വരൂ. ഇത്ര നേരം എവിടെയായിരുന്നു? ദില്ലു കുരങ്ങനെ നോക്കി ലല്ലു മുയൽ പറഞ്ഞു. ദില്ലു ദില്ലു ചങ്ങാതി, ഒന്നിങ്ങു വേഗം വന്നാലും ജില്ലുവും ബില്ലുവും കാത്തിരിക്കുന്നു ചില്ലമരത്തിൻ്റെ താഴത്താഹ. ഉള്ള സമയം കളയാതെ വായോ. ലല്ലു നിർബന്ധിച്ച് ദില്ലുവിനെയും വിളിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. എന്താ ദില്ലു വൈകിയത്? നമുക്ക് ഓടിപ്പിടുത്തം കളിക്കണ്ടേ? കൂട്ടുകാർ ചോദിച്ചു. അപ്പോൾ ദില്ലു പറഞ്ഞു, മുത്തശ്ശി എന്നോടൊരു കാര്യം പറഞ്ഞു, ഒരു നിധിയുടെ കാര്യം. നിങ്ങൾ കളിക്കുന്ന പുഴയുടെ വടക്കുഭാഗത്ത് ഒരാൽമരമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരത്തിൻ്റെ ചുറ്റുപാടിൽ എവിടെയോ ഒരു നിധി മറഞ്ഞു കിടക്കുന്നു. പുഴയിലാവാം, മലയിലാവാം, പുഴയോരത്താവാം, മരപ്പൊത്തിലാവാം, ഗുഹയിലാവാം. എവിടെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മുത്തശ്ശൻ കുട്ടിയായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോൾ കൂട്ടുകാർക്ക് ആവേശമായി. ബില്ലുമുയൽ പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞ നിധി കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനാൽ നമ്മുടെ കളികൾ നിധി തേടാൻ പാകത്തിനുള്ളതാവട്ടെ. മറ്റുള്ളവർ അത് ശരിവെച്ചു. അണ്ണാന്മാരുടെയും കിളികളുടെയും സഹായത്തോടെ അവർ ആൽമരത്തിൽ ഒളിച്ചു കളിച്ചു. അതിനിടെ പരതാവുന്ന സ്ഥലത്തെല്ലാം പരതി. ആൽമരക്കൊമ്പിലും താഴത്തെ പൊത്തിലും ആലില ഞെട്ടിലും വള്ളിയിലും ആൽത്തറയ്ക്കുള്ളിലും താഴത്തും മോളിലും ആകെ തിരഞ്ഞു വലഞ്ഞുപോയി. കുറേ ദിവസങ്ങൾ ആൽമരം മുഴുവൻ മരിച്ചു പെറുക്കിയ ശേഷം തൊട്ടപ്പുറത്തുള്ള ഗുഹയിലായി അവരുടെ ഒളിച്ചുകളി. അതിനിടെ നിധിവേട്ടയും തുടർന്നു. കുറേ ദിവസം ഗുഹകളിലും മലഞ്ചെരുവുകളിലും പുല്ലുകളുടെ ഇടയിലും നിധി തേടി ഒളിച്ചു കളിച്ചു. ഏറ്റവും ഒടുവിൽ കൂട്ടുകാരായ ജലജീവികളുടെ സഹായത്തോടെ പുഴയിലും മുങ്ങിത്തപ്പി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമായി. കളികളുടെ ഉത്സാഹവും കൂടിക്കൂടി വന്നു. ഒടുവിൽ അവർക്ക് ആൽമരത്തിൻ്റെയും ഗുഹയുടെയും മലയുടെയും ഇടയിൽ ഒരു കിടങ്ങ് കണ്ടെത്താൻ കഴിഞ്ഞു. അവിടെ അരിച്ചു പെറുക്കി പരിശോധിച്ചപ്പോൾ വലിയൊരു മൺകുടം. ഹയ്യടാ, നിധി കിട്ടിപ്പോയി! അവർ സന്തോഷത്തോടെ പറഞ്ഞു. കാട്ടിലും മേട്ടിലും മണ്ണിലും മിണ്ണിലും നമ്മൾ തേടി നടന്നതാകും നല്ല നിധി ഇന്നു കണ്ടുകിട്ടി. മൺകുടം തന്നിലായി ആരോ കൊഴിച്ചിട്ട സ്വർണ്ണനിധി ഇതാ കണ്ടുകിട്ടി. അവരൊരുമിച്ച് പാടിക്കൊണ്ട് കുടം തുറന്നു. കഷ്ടം, അതിലൊന്നും ഉണ്ടായിരുന്നില്ല. വേദനയോടെ സങ്കടത്തോടെ കൂട്ടുകാർ പറഞ്ഞു, കഷ്ടം കഷ്ടം, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് തേടിയിട്ട് കിട്ടിയ നിധി കുംഭത്തിൽ ഒന്നുമില്ലല്ലോ. അത് കേട്ട് മുതിർന്നവനായ ജില്ലുക്കുരങ്ങൻ പറഞ്ഞു, സാരമില്ല കൂട്ടുകാരെ, നിധി കിട്ടാത്തത് നന്നായി. വിലപിടിപ്പുള്ള നിധി മണ്ണിൽ നിന്ന് കിട്ടിയാൽ അത് പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കത്തിലാവും. പിന്നെ അത് വലിയ ലഹളയിലും പിണക്കത്തിലും കലാശിക്കും. സൗഹൃദമെന്ന ഏറ്റവും വലിയ നിധി അതോടെ നഷ്ടമാകും. നിധി നേടുക എന്ന ലക്ഷ്യത്തോടെ ഒരുമിച്ച് പ്രയത്നിക്കുകയും ഒരു മനസ്സോടെ കളിക്കുകയും രസിക്കുകയും ചെയ്തിരുന്ന നമുക്ക് ഈ കുടം മണ്ണിൽ തന്നെ തിരിച്ചു വയ്ക്കാം. എന്നിട്ട് പഴയ പോലെ ഒത്തൊരുമിച്ച് നിധി തേടാം. ഒരിക്കലും നഷ്ടമാവാത്ത വലിയ നിധി. അത് ശരിയാണെന്ന് തിരിച്ചറിഞ്ഞ കൂട്ടുകാർ ഓടിച്ചെന്ന് ജില്ലുവിനെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകി.